ടൂറിസം മേഖലയെയും അതോടൊപ്പം തന്നെ സ്പിരിച്വൽ ടൂറിസത്തെയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നിരവധി പദ്ധതികൾ ആണ് ബീഹാറിന് വേണ്ടി നൽകിയിട്ടുള്ളത്. ബീഹാറിനായി പ്രത്യേക പദ്ധതി എന്ന് തന്നെയാണ് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെയാണ് അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ. ഇങ്ങനെ യഥാർത്ഥത്തിൽ ഈ ബജറ്റ് പരിശോധിക്കുമ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കും അതോടൊപ്പം തന്നെ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കുമാണ് കൂടുതൽ പദ്ധതികൾ എന്നാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതിന്റെ ഓരോ സംസ്ഥാനങ്ങൾക്കും അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്, പ്രത്യേക പദ്ധതികൾ ഏതൊക്കെയാണ് എന്നത് കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 9 മുൻഗണനാ ക്രമങ്ങളെ ഊന്നിക്കൊണ്ടാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത് കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് തൊഴിലും നൈപുണ്യവും എന്നതാണ്. മാനവ വിഭവശേഷിയെ കൂടുതൽ പ്രയോജനപ്പെടുത്തുക, അതോടൊപ്പം തന്നെ സാമൂഹിക നീതിക്ക് ഊന്നൽ നൽകിയിട്ടുണ്ട്. നിർമ്മാണ മേഖലയിലെയും സേവനങ്ങളെയും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ നമുക്ക് ബജറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം നഗരവികസനത്തിന് ഇത്തവണ കൂടുതൽ ഊന്നൽ നൽകുന്നു എന്നുള്ളതാണ്. അതായത് 14 നഗരങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുകയും ഈ നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളിലേക്ക് പോവുകയുമാണ്. സജിത്ത്, ഒരുപക്ഷെ ഈ 14 നഗരങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള നഗരങ്ങൾ ഉൾപ്പെടുമോ എന്നത് അടക്കം നമുക്ക് ഈ ബജറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇപ്പോഴറിയാം. ഡിജിറ്റൽ ബജറ്റാണ്, അതുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യപ്പെടുമ്പോഴാണ് കൂടുതലായി അറിയാൻ സാധിക്കുക ഈ നഗരങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള നഗരങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ടോ എന്ന്. ഏതാണ്ട് 11 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന വികസന പദ്ധതികൾക്കാണ് ഈ ബജറ്റ് പരിഗണന നൽകിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ അടിസ്ഥാന മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകേണ്ടതുണ്ട്. അതായത് ഈ രാജ്യം പുരോഗതി കൈവരിക്കുമ്പോൾ അതിൻ്റെ നേട്ടങ്ങൾ സാധാരണക്കാരായ ആളുകളിലേക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയിലേക്ക് നേരിട്ട് എത്തിപ്പെടണം എന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ബജറ്റാണ്. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഉൾപ്പെടെ ഒരുപക്ഷെ ഈ ബജറ്റിൽ അതിന് കൂടുതൽ പരിഹാരം തേടുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പോൾ തന്നെ കർഷകർക്ക് നേരിട്ട് പണം എത്തുന്ന 6000 രൂപ പ്രതിവർഷം എത്തുന്ന പ്രധാനമന്ത്രി കിസാൻ യോജന പദ്ധതി, അതിലെ ഏതെങ്കിലും തരത്തിലുള്ള തുകയിൽ മാറ്റം വന്നിട്ടില്ല. ഈ 6000 രൂപ തുടരും എന്ന് മാത്രമാണ് ഇപ്പോൾ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ കൂടുതൽ വായ്പകൾ എന്നത് സാധ്യമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സജിത്ത്, ഈ ബജറ്റ് അവതരണത്തിന് തൊട്ടു മുമ്പ് സജിത്ത് സൂചിപ്പിച്ച ഒന്നായിരുന്നു, അതായത് കാർഷിക മേഖലയിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കേണ്ട ഒരു സമയം കൂടിയാണല്ലോ എന്നുള്ളത്. നമുക്ക് ഈ മുദ്രാ യോജന വഴിയുള്ള ലോണിന്റെ തുക അത് 10 ലക്ഷം രൂപയായിരുന്നു എന്നത് 20 ലക്ഷം രൂപയാക്കി ഉയർത്തുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ നമുക്ക് കണക്കാക്കേണ്ടതായി വരും. അതായത് ഈ ചെറുകിട സംരംഭകർ, ഇടത്തര സംരംഭകർക്ക് കൂടുതൽ ഊന്നൽ നൽകുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കൂടുതൽ വായ്പാ പദ്ധതികൾക്ക് ഊന്നൽ നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ചെറുകിട ഇടത്തര ബിസിനസ്സുകൾക്ക്, വ്യാപാരികൾക്കൊക്കെ കൂടുതൽ ധനസഹായം നൽകുന്ന തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ 5 വർഷത്തിനകം 4.1 കോടി യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് 2 ലക്ഷം കോടി രൂപ കേന്ദ്ര വിഹിതത്തിൽ നിന്ന് അനുവദിക്കുന്നു എന്നുള്ളതാണ്. അതായത് യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുമ്പോൾ അത് കാർഷികേതര മേഖലയിലേക്കാണ് സർക്കാർ ഫോക്കസ് ചെയ്യുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം തന്നെ കാർഷിക ഗവേഷണത്തിന് പ്രത്യേകമായ പരിഗണന നൽകും എന്നുള്ളത് പ്രഖ്യാപനത്തിലുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഉൽപാദനശേഷി കാർഷിക മേഖലയിൽ വർദ്ധിപ്പിക്കുക എന്നതാണ്. അങ്ങനെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപാദനം നടത്തുക, കുറഞ്ഞ മാനവ വിഭവശേഷി കാർഷിക മേഖലയിൽ പ്രയോഗിച്ചുകൊണ്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള നയങ്ങൾ ആണ് സർക്കാർ രൂപീകരിക്കുന്നത് എന്നതാണ് നമുക്ക് ഈ പ്രാഥമികമായി ഈ ബജറ്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പരമ്പരാഗത ഊർജ്ജ മേഖലയിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിക്കാൻ വീണ്ടും സർക്കാർ ആഗ്രഹിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമുക്കറിയാമല്ലോ, ഈ സോളാർ പദ്ധതികൾക്ക് ഇപ്പോൾ കേരളത്തിൽ തന്നെ നിരവധി വീടുകൾ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ സോളാർ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ പൂളിലേക്ക് നൽകുന്ന സോളാർ എനർജിക്ക് കുറഞ്ഞ തുകയാണ് സർക്കാർ നൽകുന്നത് എന്നുള്ള പരാതിയൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി
1 കോടി വീടുകൾക്ക് കൂടി ഈ മേൽക്കൂര സോളാർ മേൽക്കൂര പദ്ധതി 1 കോടി വീടുകൾക്ക് കൂടി അനുവദിക്കുമെന്നാണ്. അതായത് ഈ സോളാർ പദ്ധതിക്ക് കേന്ദ്രത്തിൻ്റെതായ സബ്സിഡി ഉണ്ട്. ഈ സബ്സിഡി തുക വീണ്ടും വർദ്ധിപ്പിക്കുകയല്ല, കൂടുതൽ ആളുകൾക്ക് സബ്സിഡി നൽകും എന്ന് പറയുമ്പോൾ അതിന് 1 കോടി വീടുകൾ എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിൽ 5 വർഷത്തിനുള്ളിൽ 100 സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ സ്ഥാപിക്കും. ഈ വഴിയോര കച്ചവടം, അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ഫുഡ് എന്നിവയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ആണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അത് ഒരുപക്ഷെ സജിത്ത്, ഈ കോവിഡിന് ശേഷം ആളുകൾ കൂടുതലായി പുറത്തേക്ക് ഇറങ്ങുന്നു, അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര മേഖല കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അവിടെയാണ് ഈ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ പ്രധാനപ്പെട്ടതായി മാറുന്നത് എന്ന് വേണം നമുക്ക് പ്രാഥമികമായി അനുമാനിക്കാൻ. അതോടൊപ്പം തന്നെ ഈ വിവര സാങ്കേതിക വിദ്യ, ബഹിരാകാശ സാങ്കേതിക വിദ്യ എന്നിവയുടെ വികസനം ഉൾപ്പെടെ പ്രോത്സാഹിപ്പിക്കും എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. അതായത് ടെക്നോളജിക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട്. അതിന് 1000 കോടി രൂപയുടെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് സ്വരൂപിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. 30 ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള 14 നഗരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതായത് പ്രധാനപ്പെട്ട നഗരങ്ങൾ, വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരങ്ങൾ 14 നഗരങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ 30 ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യ എന്ന് പറയുമ്പോൾ അവിടെ കേരളത്തിലെ മെട്രോ നഗരങ്ങളിൽ പോലും അത്രയും ജനസംഖ്യ ഉണ്ടോ എന്നതിൽ സംശയമുണ്ട്. അതുകൊണ്ട് അങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും നഗരം ഇതിന്റെ ഭാഗമാകുമോ എന്നത് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ഇനി സജിത്ത്, നമ്മൾ തുടക്കത്തിൽ തന്നെ, അതായത് ഈ ബജറ്റ് അവതരണത്തിന് മുമ്പ് സൂചിപ്പിച്ച ഒന്ന്, സ്വർണത്തിന്റെ വില കുറയുമോ എന്നതായിരുന്നു. അതിലിപ്പോൾ നമുക്ക് സ്വർണത്തിന്റെ തീരുവ കുറച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 6% കുറച്ചിട്ടുണ്ട് എന്നതാണ്. അങ്ങനെയെങ്കിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്ന്, സ്വർണത്തിൻ്റെ വില കുറയും എന്നുള്ളതാണ്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിൻ്റെയും വില കുറയുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ലെതർ ഉൽപ്പന്നങ്ങളുടെ വില വരും ദിവസങ്ങളിൽ കുറയും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. തുണിത്തരങ്ങൾക്ക്, ടെക്സ്റ്റൈൽ ഗാർമെന്റ്സുകൾക്ക് വില കുറയും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണുകളുമായി ബന്ധപ്പെട്ട മൊബൈൽ നിർമ്മാണ യൂണിറ്റുകൾ, മൊബൈൽ അനുബന്ധ സാമഗ്രികളുടെ നിർമ്മാണം എന്നിവയിൽ രാജ്യം വലിയ പുരോഗതിയാണ് കൈവരിക്കുന്നത് എന്ന് ധനമന്ത്രി ബജറ്റ് അവതരണത്തിൽ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ മൊബൈൽ ഫോണുകൾക്കും മൊബൈൽ അനുബന്ധ ഉപകരണങ്ങൾക്കും വില കുറഞ്ഞേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത്, ഈ ക്യാൻസർ രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ, കഴിഞ്ഞ ബജറ്റിലും ഇത്തരത്തിൽ ചില മരുന്നുകളുടെ വില കുറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഈ 3 ക്യാൻസർ മരുന്നുകളുടെ കൂടി നികുതി എടുത്തു കളയുകയാണ്. അപ്പോൾ സ്വാഭാവികമായും 3 ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള 3 മരുന്നുകളുടെ വില കുറയുന്നു. ഇങ്ങനെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഓടിച്ചു നോക്കുമ്പോൾ സാധാരണക്കാരായ ആളുകളെ അടക്കം ബാധിക്കുന്ന ഒന്ന് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യക്ഷത്തിൽ കാര്യമായ, അതായത് ഈ ജനക്ഷേമ പദ്ധതികൾ അങ്ങനെ വാരിക്കോരിയുണ്ട് എന്ന് പറയാവുന്ന ഒരു ബജറ്റ് അല്ല പ്രത്യക്ഷത്തിൽ. ബീഹാർ, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത്തവണ സഖ്യ സർക്കാർ ആണ് നിലവിൽ ഭരണത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സർക്കാരിനെ പിന്തുണച്ചിട്ടുള്ളത് ബീഹാറിൽ നിന്നും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നുമുള്ള പ്രമുഖ കക്ഷികളാണ്. അവർക്ക് വാരിക്കോരി പ്രഖ്യാപനങ്ങളുണ്ട് എന്ന് വേണം നമുക്ക് ആത്യന്തികമായി മനസ്സിലാക്കാൻ. ഈ നിർമ്മലാ സീതാരാമന്റെ കഴിഞ്ഞകാല എല്ലാ ബജറ്റുകളിലും ഓരോ വർഷവും നികുതി ഘടനയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം, പ്രത്യേകിച്ച് ഈ ആദായ നികുതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉൾക്കൊള്ളിച്ചു വരാറുണ്ട്. ഇത്തവണയും മാറ്റം പ്രകടമാണ്. പുതിയ സ്ലാബുകൾ ഉൾക്കൊള്ളിച്ചു എന്ന് മാത്രമല്ല 75,000 രൂപ വരെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷന്റെ പരിധി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇടത്തരം ശമ്പളം മേടിക്കുന്നവരെ സ്വാധീനിക്കുന്ന ഒരു തീരുമാനമായി അത് മാറില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം സജിത്ത്, ഈ നികുതി ഘടന കഴിഞ്ഞ തവണ, അതായത് ഈ ബജറ്റ് 2 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച ബജറ്റിലായിരുന്നു. സാധാരണ നമുക്കറിയാം, ഒരു നിശ്ചിത വരുമാനം ഉള്ള ആളുകൾക്ക് ആദായ നികുതി സ്ലാബിൽ ഇളവ് അനുവദിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ശമ്പളക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പല ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ നികുതി ഘടനയിൽ വരുത്തിയിട്ടുള്ള മാറ്റം. അത് തിരഞ്ഞെടുക്കുന്നവന്റെ സ്വാതന്ത്ര്യം ആണ് എന്നുള്ളതാണ്. അതനുസരിച്ചാണ് ഇപ്പോൾ നികുതി റിട്ടേണുകൾ സമർപ്പിക്കേണ്ടി വരുന്നത്. ഇപ്പോഴും ആ ഡിഡക്ഷൻ എന്നത് 50,000 നിന്ന് 70,000 ആക്കി ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഘടന എന്നത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അല്പസമയം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അതായത് നികുതി ഘടനയിൽ മാറ്റമുണ്ട് എന്നത് പ്രത്യക്ഷമായി നമുക്ക് ഈ ബജറ്റ് അവതരണത്തിൽ വ്യക്തമാകുന്നുണ്ട്. നേരത്തെയൊക്കെ ആയിരുന്നുവെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ സ്ലാബ് 7 ലക്ഷമാക്കി അല്ലെങ്കിൽ 8 ലക്ഷമാക്കി ഉയർത്തി എന്ന് പറയുമ്പോൾ അതിന്റെ ആനുകൂല്യം ആർക്ക് ലഭിക്കുന്നു എന്ന് നമുക്ക് ബജറ്റ് അവതരണത്തിന്റെ ഘട്ടത്തിൽ തന്നെ പറയാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സാഹചര്യം. അതായത് ഏത് നികുതി സ്ലാബ് വേണം എന്ന്
ഈ ശമ്പളക്കാർ തന്നെ തെരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായി പ്രേക്ഷകരോട് ഈ ഘട്ടത്തിൽ അത് പങ്കുവെക്കാൻ സാധിക്കാത്തത്. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ആ ഘടന എന്ത് എന്നത് വളരെ കൃത്യമായി ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം മറ്റൊരു കാര്യം ഇപ്പോൾ പ്രഖ്യാപനത്തിൻ്റെതായ